ഡിസംബർ 15 എന്തുകൊണ്ടും കേരളത്തിൽ പ്രധാനപ്പെട്ട ദിവസമാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തണം വേണ്ടേ എന്നുള്ള വിശദമായ വാദം കേൾക്കുന്ന ദിവസമാണ്. രണ്ട്, SIT അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുന്ന ദിവസമാണ്. കാരണം 14-ാം തീയതിയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത്. അന്ന് രാത്രി കൊണ്ട് വൈകുന്നേരം കൊണ്ട് ഇലക്ട്രോണിക് ആയതുകൊണ്ട് വൈകുന്നേരം കൊണ്ട് റിസൾട്ട് വരും. 15-ാം തീയതി എന്തായാലും അറസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കടകംപള്ളി സുരേന്ദ്രയുടെ അറസ്റ്റ് 15-ലേക്ക് പോകും. എല്ലാ ചാനലുകളും അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മളാണ് ആദ്യമായി സുഭാഷിതം ചാനലാണ് അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ പക്ഷെ മറ്റുള്ള ആളുകൾ ഇത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം കടകംപള്ളിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. SITയിൽ ഇപ്പോൾ വലിയ സമ്മർദ്ദമാണ്. SIT ഇനി വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ ED പിടിമുറുക്കും. ED ഇപ്പോൾ ആൾറെഡി ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഹൈക്കോടതി ചെന്നപ്പോൾ അവർ പറഞ്ഞു റാന്നി മജിസ്ട്രേറ്റ് കോടതി ചെല്ലാൻ പറഞ്ഞു. അവർ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുകയാണ്. തീർച്ചയായും EDക്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അങ്ങനെയായാൽ ED നേരെ ചെല്ലുക പൊളിറ്റിക്കൽ ലീഡർമാരെ പിടിക്കാനാണ് EDക്ക് ഒരു ആവേശം. അപ്പോൾ തീർച്ചയായിട്ടും അത് കടകംപള്ളി സുരേന്ദ്രനിലേക്കും വാസവനിലേക്കും PS പ്രശാന്തിലേക്കും നീങ്ങാൻ എല്ലാ സാധ്യതയുമുണ്ട്. ക്ലിഫ് ഹൗസിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 15-ന് നമുക്ക് ചില അറസ്റ്റുകൾ പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് ജയശ്രീയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവർ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ കിടന്ന് കറങ്ങുകയാണ്. അവരെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സാധ്യതകളാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. SIT വലിയ സമ്മർദ്ദത്തിലുമാണ്. കാരണം ED ഇത് പറഞ്ഞത് കൊണ്ട്, ED ഇതിപ്പോൾ ഏറ്റെടുത്തത് കൊണ്ട് EDക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ല. കൊടുത്താൽ ED ഇതിൻ്റെ ലെവലിൽ തീരുമാനങ്ങൾ എടുത്തു പോകുമ്പോൾ ED എടുക്കുന്ന ആരെങ്കിലും പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പോൾ അവരെ SIT ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ SITക്ക് ബുദ്ധിമുട്ട് വരും. SITയുടെ പുറത്ത് വലിയ സമ്മർദ്ദമാണ് CMൻ്റെ അവിടെ നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടിയുടെ അവിടെ നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളതാണ് വേറൊരു ആക്ഷേപം. അതിനെ സംബന്ധിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ഡേറ്റയില്ല. എന്നാലും വളരെ കർശനമായ ഒരു ആക്ഷേപമുണ്ട്. മുഖ്യമന്ത്രിയുടെ സംവിധാനത്തിൽ നിന്നും പാർട്ടി സംവിധാനത്തിൽ നിന്നും SITക്ക് വലിയ സമ്മർദ്ദമാണ് SITക്ക് കൊടുക്കുന്നത്. അപ്പോൾ SITക്ക് അങ്ങനെ സമ്മർദ്ദം കിട്ടിയാലും SIT ഒരു വശത്ത് കോടതിയുടെ സമ്മർദ്ദം, മറുവശത്ത് EDയുടെ സമ്മർദ്ദം, ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം, ഇതെല്ലാം കൂടി വെച്ചിട്ട് എങ്ങനെയാണ് SIT മുമ്പോട്ട് പോവുക എന്ന് നമുക്കറിയില്ല. എന്തായാലും 15-ന് കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം കിട്ടിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഡിസംബർ 15 നമുക്ക് അറസ്റ്റുകളുടെ ഒരു പൂരത്തിനാണ് കേരളം കാത്തിരിക്കുന്നത്. മാത്രമല്ല വളരെ വലിയ ഉന്നതർ ഇതിനകത്തുണ്ട് എന്ന് SIT പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ. ആ ഉന്നതർ ആരാണെന്നുള്ള വിഷയമുണ്ട്. അതുപോലെ തന്നെ ബോർഡ് അംഗങ്ങളായ KP ശങ്കർദാസിൻ്റെ ശങ്കർദാസിനെ ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ശങ്കർ മറ്റൊരു IPS കാരനുണ്ട് കോട്ടയത്ത്, അദ്ദേഹം ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ വിജയകുമാറിനെയും ചോദ്യം ചെയ്തിട്ടില്ല. ആ ചോദ്യം ചെയ്യലും വളരെ പ്രസക്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡിസംബർ 15, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല, കഴിഞ്ഞാൽ അറസ്റ്റുകളുടെ ഒരു ക്യൂ തന്നെ ഉണ്ടാകും.